കുറച്ച് ദിവസമായിട്ട് എന്നും രാവിലെ മഴേനെ പ്രതീക്ഷിച്ചിട്ട് തന്നെയാട്ടോ എനിക്ക് വരാറ്. അപ്പൊ അതെ കറക്റ്റ് നീക്കുമ്പോൾ അത് ഞാൻ ആദ്യം നോക്ക് ഗ്യാപ്പ് കൂടെ നോക്കുക മഴ പെയ്യുന്നുണ്ടോ എന്നാണ് കേട്ടോ. അപ്പൊ ചെറിയ രീതിക്ക് സൗണ്ട് കേൾക്കാണ്ട്, പക്ഷെ എത്രത്തോളം മഴ പെയ്യുന്നുണ്ട് എന്ന് അറിയണമെങ്കിൽ ഉമ്മറത്തേക്ക് തന്നെ ഇറങ്ങി നോക്കണം കേട്ടോ. അപ്പൊ ഞാൻ ചെന്ന് നോക്കിയപ്പോൾ ഇതായിരുന്നു കേട്ടോ അവസ്ഥ. മഴയുടെ സൗണ്ട് ഉണ്ടോ തോന്നുന്നു. അമ്പലത്തിലെ പാട്ട് പോലെ എനിക്ക് പതുക്കിയ കേൾക്കാളൂ കേട്ടോ. അപ്പൊ ഇതേ ചായക്കുള്ള വെള്ളവും ചോറിനുള്ള വെള്ളമൊക്കെ വെച്ചു കേട്ടോ. ഇഡ്ലി ഉണ്ടാക്കാനാണ് പ്ലാൻ. അപ്പൊ ഇഡ്ലിക്കുള്ളത് ഇതേ മാവൊക്കെ ഇതേയിൽ ഇറക്കി വെച്ചിട്ടുണ്ട്. പിന്നെ ഞാൻ അതിന്റെ ഇടയിൽ കൂടെ കറിയും കാര്യങ്ങളൊക്കെ ഉണ്ടാക്കാൻ നോക്കുന്നുണ്ട് കേട്ടോ. അപ്പം മീൻകറിക്കാണെങ്കിൽ പുളി ഒഴിച്ച് വെച്ചേക്കണത്, പിന്നെ മീൻകറിക്കും ചട്നിക്കും ഉള്ള തേങ്ങയൊക്കെ ചിരകി ഇഡ്ലിയും എല്ലാം ഇതേ ചടപടയും തന്നെ ആക്കിക്കൊണ്ടിരിക്കുകയാണ്. ഇഡ്ലി ആയി കഴിഞ്ഞാൽ അതേ ഒരു ഇഡ്ലി എടുത്തേക്ക് ഇങ്ങനെ അമിക്കി നോക്കിയാലേ സമാധാനം ഉണ്ടാവുള്ളൂ കേട്ടോ. സോഫ്റ്റ് ആയിണ്ടോ നോക്കാം കേട്ടോ. പിന്നെ ഇതേ മീനായിപ്പോൾ അതിലേക്ക് ഇട്ടു കൂടുതലേ തോന്നണു കേട്ടോ മീൻ. പിന്നെ ഇത് നമ്മുടെ ഉള്ളിച്ചമ്മന്തിക്കുള്ളതാണ്. കുറെ പേര് റെസിപ്പി ചോദിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഉള്ളിയും വെളുത്തുള്ളിയും കൂടി നന്നായി വാട്ടിയെടുക്കുകയാണ്. പിന്നെ ഒന്ന് വാടിക്കഴിഞ്ഞതിന് ശേഷമാണ് ഞാൻ നമ്മുടെ തക്കാളി ഇട്ട് കൊടുക്കുക. അത് നന്നായി വയറ്റി പച്ചച്ചോയ വിടണ വരെ ഞാൻ അങ്ങനെ വെക്കും കേട്ടോ. അപ്പോൾ ആ നേരം കൊണ്ട് പാത്രമൊക്കെ കഴുകി എടുക്കുന്നുണ്ട്. കുറച്ച് മുളക് പൊടി മാത്രമേ ഇടുള്ളൂ കേട്ടോ, കാരണം തേജൂനും കൂടി വേണ്ടതല്ല. അതിന്റെ ഒപ്പം തന്നെ വറുക്കാനുള്ള മീനും കൂടിയും പരട്ടി വെക്കുന്നുണ്ട്. ചമ്മന്തിയിൽ ഏറ്റവും ശ്രദ്ധിക്കേണ്ടത് മുളക് പൊടിയുടെയും അതുപോലെ തന്നെ തക്കാളിയുടെയും പച്ചച്ചോയ വിടണ വരെ നമ്മൾ വയറ്റണം കേട്ടോ. പിന്നെ അതൊന്ന് മിക്സിയിൽ ഇട്ടിട്ട് അടിക്കുക, ചൂടാറിയതിന് ശേഷം മിക്സിയിൽ ഇട്ട് അടിക്കുക കേട്ടോ. പിന്നെ തേജപ്പനുള്ള ദോശ കേട്ടോ ഞാൻ ഉണ്ടാക്കുന്നത്. അവന് ഇഡ്ഡലി വലിയ താല്പര്യമില്ല, അവന് ദോശ തന്നെ വേണം, ദോശമാവ് കണ്ട. അപ്പോൾ അവന് ദോശയും അതുപോലെ തന്നെ ചമ്മന്തിയും കൂടിയിട്ട് കൊടുത്തു കേട്ടോ. കുട്ടീനെ എനിപ്പിക്കലും കുളിപ്പിക്കലൊക്കെ ഇടയിൽ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. എൻ്റെ കുളിയും കഴിഞ്ഞു കേട്ടോ ഇടയിൽ. പിന്നെ ഇത് അവന് കൊണ്ടുപോകാനുള്ള ദോശയും കൂടി ആക്കുന്നുണ്ട്, കാരണം അവന് സ്കൂളിലേക്ക് നോണ് പറ്റില്ല. അപ്പൊ മീൻകറി എല്ലാം ഉണ്ടാക്കിക്കിടന്നത്. അപ്പൊ അവന് ദോശ മതി എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പൊ അതൊക്കെ ആക്കി വെച്ചിട്ടുണ്ട്. 3 നേരം ദോശ കിട്ടി അവൻ ഹാപ്പിയാണ് കേട്ടോ. പിന്നെ നമ്മൾ അവന് സ്നാക്സ് ആക്കുന്നുണ്ട് കേട്ടോ. ബ്രെഡും ബിസ്ക്കറ്റും പിന്നെ അതുപോലെ ഒരു പഴം വെച്ചിട്ടുണ്ട്. പിന്നെ കുറച്ച് കാഷ്യൂ നട്ട്സും ബദാമും ഒക്കെ ആക്കി വെച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഒരുപാടൊന്നും കൊടുത്തയക്കാറില്ല, ഇത്രയൊക്കെ തന്നെ ഞാൻ കൊടുത്തയക്കാറുള്ളൂ കേട്ടോ സ്നാക്സ് ആയിട്ട്. പിന്നെ അതേ ടവലൊക്കെ എടുത്തിട്ട് വേഗം പൊതിഞ്ഞ് അവന്റെ ബാഗിലാക്കി കൊടുക്കട്ടെ ചെയ്യണത്. അവന്റെ കഴിക്കൽ ഇതുവരെ കഴിഞ്ഞിട്ടില്ല. അതാണ് ഞാൻ ഇടയ്ക്കിടയ്ക്ക് വിളിച്ച് പറയണത്, വേഗം കഴിക്കുന്നു. ഞാൻ ഇത് കൂടെ നടക്കുമ്പോൾ 2 അടി അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുമ്പോഴൊക്കെ ഞാൻ ഉറക്കെ വിളിച്ച് പറയും, തേജു വേഗം കഴിക്കുന്നുണ്ട്. ഇപ്പൊ തന്നെയാട്ടോ രാവിലെ ആള് കഴിക്കണത്. പിന്നെ അതേ വേഗം ഡ്രസ്സൊക്കെ മാറ്റി കൊടുത്തു. അതിന്റെ ഇടയ്ക്ക് ഭയങ്കര സ്നേഹപ്രകടനമാണ് കേട്ടോ. വേറെ ഒന്നല്ല, ഞാൻ ചീത്ത പറഞ്ഞിട്ടാണ് ഇതൊക്കെ ചെയ്യണത് കേട്ടോ. കാരണം അവൻ കഴിക്കാൻ ഒരുപാട് നേരം ഇരിക്കണോണ്ട് തന്നെ കുറെ നേരം വഴുകൂല. അപ്പൊ അതിന് ഞങ്ങൾ ചീത്ത പറഞ്ഞിട്ടാണ് എല്ലാതും ചെയ്ത് കൊടുക്കുന്നത്. അപ്പൊ അതിനാണ് എന്നെ ഈ കെട്ടിപ്പിടിക്കുന്നത് വന്നിട്ട്. പിന്നെ അതേ വേഗം കുറിയൊക്കെ തൊട്ട് കൊടുത്തു കേട്ടോ. പിന്നെ എന്നോടുള്ള സ്നേഹം കൊണ്ടാണോ അതോ എന്നോടുള്ള ദേഷ്യം കൊണ്ടാണോ എനിക്ക് അറിയില്ല കേട്ടോ. അമ്മയ്ക്ക് കുറി തൊട്ടേരാന്ന് പറഞ്ഞിട്ട് വലിയൊരു ഗോപിയെ തൊട്ടെന്നിട്ട് എനിക്ക്. പിന്നെ ഞാൻ അതൊക്കെ തുടച്ച് റെഡി ആക്കിയിട്ട് ഇത് അമ്പാട്ടിനെയൊക്കെ തൊഴുതിട്ട് നമ്മൾ അവനെ കൊണ്ടാക്കാൻ പോവാട്ടോ. നമ്മുടെ ഈ പഠിക്കലേക്ക് കയറി നിന്നാൽ മതിയെ വണ്ടി നമ്മുടെ വീടിന്റെ ഫ്രണ്ട് കൂടെ തന്നെയല്ലോ പോവുക. അങ്ങനെ അതേ കൊടയും ബാഗൊക്കെ എടുത്തിട്ട് ഞങ്ങൾ ഇതേ പോവാണ് കേട്ടോ. അപ്പൊ ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ. വീഡിയോസ് ഒക്കെ പുതിയതായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. 150K സബ്സ്ക്രൈബേഴ്സ് ആവാറായ സ്ഥിതിക്ക് ഒരു ഗിവ് അവേയും കൂടി വെക്കുകയാണെങ്കിൽ എന്താ നിങ്ങളുടെ അഭിപ്രായം കൂടി കമന്റ് ചെയ്തോളൂ കേട്ടോ. ബൈ.